കേരള രാഷ്ട്രീയത്തിൽ എന്നും തലപ്പൊക്കമുള്ള നേതാവാണ് പി സി ജോർജ്. ജനപക്ഷമായിരുന്നപ്പോഴും BJPയിൽ തുടരുമ്പോഴും പി സി ജോർജിനെ വിട്ട് വിവാദങ്ങൾ അകന്നു പോകുന്നില്ല. നാവ് ഒരു സർപ്പമാണ് എന്ന് തിരിച്ചടികൾ നേരിടുമ്പോഴും പി സി ജോർജ് തിരിച്ചറിയുന്നില്ല. പി സി ജോർജിൻ്റെ തുറന്ന പറച്ചിലുകൾ ഏറെയും ദോഷകരമായി ഭവിക്കുന്നത് മകൻ ഷോൺ ജോർജിനെയാണ് എന്നതും പി സി ജോർജ് തിരിച്ചറിയുന്നില്ല. ഇന്നലെ മീറ്റ് ദ പ്രസ് പ്രോഗ്രാമിൽ പാലാ മീഡിയ അക്കാദമിയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് പരാമർശങ്ങൾ പി സി ജോർജ് നടത്തുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഷോൺ ജോർജ് തന്നെയാണ് എന്ന് ഇനിയും പി സി ജോർജ് തിരിച്ചറിയുന്നില്ല എന്നത് ഏറെ ഖേദകരമാണ്. അയാൾ മുഖ്യമന്ത്രിയാവുന്ന കേരളം പിന്നെ മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ പട്ടികജാതി പട്ടികവർക്കാരൻ നാട് വിട്ടുപോകുന്നത് വളരെ വിഷയമാണ്. എന്ത് ചെയ്യുവാൻ അവൻ ആരാ സാധനം എന്നറിയോ? പറയാം. കോഴിക്കോട് നമ്മുടെ നന്ദകുമാറിൻ്റെ ഓഫീസുണ്ട്, TP നന്ദകുമാറിൻ്റെ ഓഫീസ്. അന്ന് അതിന് ഒരു മാസിക ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഓഫീസ് അടിച്ചു തകർത്ത് അതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് ആരാന്നറിയോ? ഇവൻ ഈ റിയാസാണ്. DYFകാരനെ ഒന്നാം പ്രതിയവൻ. അവിടെ എന്തിനാ കയറുന്നത്? ലവലിംഗ് കേസിൻ്റെ റെക്കോർഡുകൾ മുഴുവൻ TP നന്ദകുമാറിൻ്റെ ഓഫീസിലായിരുന്നു. പിണറായിക്ക് വേണ്ട കയറി ആ ഫയൽ മുഴുവൻ തപ്പിക്കൊണ്ട് സ്ഥലം വിട്ടവൻ. അതിലെ ഒന്നാം പ്രതിയായിരുന്നു ഈ ഇപ്പോഴത്തെ മന്ത്രി റിയാസ്. അവരെയാണ് പിണറായി മകളെ കെട്ടിച്ചു കൊടുത്ത് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ നന്നാവും? അപ്പോൾ ഒന്നാം പ്രതി ഈ കാര്യത്തിൽ പിണറായി വിജയനാണ്. ഇപ്പം ദുഃഖത്തിലാണ്. P ജയരാജനെ പോലുള്ള നല്ല കമ്മ്യൂണിസ്റ്റ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട്. മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കോൺഗ്രസിൽ എങ്ങനെ നന്നാകുന്നു? അതിക്കിടയിലെ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി തന്നെ ഒരു നേതാവാനുള്ള യോഗ്യതയില്ല. അയാൾ അവിടുന്ന് മാറണം. എൻ്റെ അയാളത്തിനെ ആദ്യം മാറ്റണം. ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരുണ്ട് ഈ മുസ്ലിം ഭീകരതയ്ക്കെതിരെ വർത്തമാനം പറയുന്നത്? ഓരോ ആളെ പറയാം. കോൺഗ്രസ് കൂടുതലാണ്. കാരണം എന്താ? ഇവിടെ ക്രിസ്ത്യാനി 26% ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വിപ്ലവം പറഞ്ഞപ്പോൾ 11 മുസ്ലിമായ 13 ഉണ്ടായിരുന്നു. അവര് അവരുടേതായ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വോട്ട് ഉണ്ടാക്കി. ഏതായാലും ഇപ്പം 31%. അപ്പോൾ വോട്ട് കിട്ടണമെങ്കിൽ അവരെ വേണം തോന്നി. അവിടെ കോൺഗ്രസ് അവർ പുറകെ കിടക്കുക. അപ്പോൾ വോട്ടിന് വേണ്ടി 2 മുന്നണി അവരുടെ പുറകെയായി. ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു 9% കുറഞ്ഞു. കാരണം ഹിന്ദുവും ഒരു വച്ച് അങ്ങനെ ക്രിസ്ത്യാനി പള്ളിയും ഹിന്ദുവും. ഇന്ത്യ ഗവൺമെൻറ് നയം നമ്മളൊന്ന് നമുക്കൊന്നൊന്നായി, നമ്മൾ 2 നമുക്ക് 2, അതായത് നമ്മളൊന്ന് നമുക്കൊന്നായി. ക്രിസ്ത്യാനി ഹിന്ദു എല്ലാം ഓരോന്നും നടക്കുക. ഇസ്ലാമോ മുസ്ലിം എന്ത് ചെയ്തു? ഈ ദൈവമൊന്നും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവർ പള്ളിയിലില്ല ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്തു? അവർ 5 ഭാര്യമാരും 5 പിള്ളേരും, 25 പിള്ളേരുടെ തന്നെ ഒരാൾ. പലതും പറയാം. എത്ര പേര് ഞാൻ പറയാം. 4 ഭാര്യമാർ നിയമം, 1 അഡീഷൻ, അങ്ങനെ 5. ആ ഓരോ ഭാര്യയ്ക്ക് 5 പിള്ളേർ. ആ പെണ്ണുങ്ങൾക്ക് സന്തോഷമാണ്. അത് നമ്മുടെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുസ്ലിം വിജയത്തിന് വേണ്ടിയാണ് വിശ്വസിക്കുകയാണ്. അവിടെ ഇവിടെ ക്രിസ്ത്യാനി ഹിന്ദുവിനെ കിട്ടുക നമ്മൾ പ്രസവിക്കാൻ. ഒന്ന് പ്രസവിക്കാൻ പെണ്ണുക്ക് മടിയാണ്. പിന്നെ പറയേണ്ട കാര്യം. അതുകൊണ്ട് ഇത് വലിയ അപകടകരമായ നിലയിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം നീങ്ങുകയാണ്. ഇവിടെ ഒറ്റ കാര്യമാണ് ഞാൻ പറയാം. മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ കുഴപ്പമില്ലാത്തത്. ഈ മോദിജി അല്ലാതെ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ഇതിനു മുമ്പ് കേരളത്തിൽ വർഗീയ സംഘടന ഉണ്ടാക്കി ഹിന്ദു ക്രിസ്ത്യൻ SC ST വിഭാഗങ്ങളെ അവർ കൊണ്ടുപോയത്. ഏതായാലും മോദിജി ഇരിക്കുന്നതുകൊണ്ട് അത്രയും എളുപ്പം നമുക്ക് പോകാൻ കഴിയില്ല. ഈ കേരള കോൺഗ്രസ് എന്ന പരിപാടി വിട്ടിട്ട് BJP ചേരാനുണ്ടായ സാഹചര്യം ഞാനല്ല. കേരള കോൺഗ്രസ് കള്ളന്മാരുടെ കൂട്ടം. അതുകൊണ്ട് ഞാൻ കള്ളനല്ല, അതുകൊണ്ടാണ് അതിന് വിട്ടത്. ഞാൻ 2 കാര്യമുണ്ട്. ഈ കേരള കോൺഗ്രസ് ജന്മം തന്നെ അഭീതമല്ലേ? ഒന്നാലും നിഷ്പക്ഷമായി എന്തിനാ കേരള കോൺഗ്രസ് ഉണ്ടായി? ശങ്കർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, PT ചാക്കോ എന്ന് പറഞ്ഞ അതിപ്രഗത്ഭനായ മുഖ്യമന്ത്രിയേക്കാൾ കൂടി ആഭ്യന്തരമന്ത്രി. അങ്ങനെ ഇരിക്കുമ്പോൾ PT ചാക്കോ PC തോമസിൻ്റെ അപ്പൻ. PT ചാക്കോ PCക്ക് പോയ ചരിത്രം ഞാൻ ഇനി പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ അടുത്ത തലമുറ മറന്നു പോകുന്ന പൊക്കോട്ടെ, ഞാൻ പറയുന്നില്ല. ഏതായാലും അതുകൊണ്ട് PT ചാക്കോ രാജിവെക്കേണ്ടി വന്നു. PT ചാക്കോ റോമൻ കാത്തലിക്കാണ്. അതുകൊണ്ട് ആരെയും അടുത്ത മന്ത്രിയാക്കണം. സ്വാഭാവികമായി മന്ത്രിയാക്കേണ്ടത് ആരാ? അടുത്ത റോമൻ കത്തോലിക്ക് ഒരാളെ ആക്കുക എന്നുള്ള ശങ്കര മര്യാദ കാണിക്കണ്ടേ? ശങ്കർ അതുകൊണ്ട് നിയമസഭയിൽ ഉണ്ടായിരുന്നതിന് ഏറ്റവും പ്രഗത്ഭനായ MLA, അതായത്
തൊമ്മയ്യൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈശ്വരയ്യർക്ക് തുല്യമായി നിയമസഭയിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളാണ് ടി എ തൊമ്മൻ. അയാൾ പൂഞ്ഞാർ MLA ആണ് അദ്ദേഹം. ആ ടി എ തൊമ്മനെ മന്ത്രിയാക്കി. അതിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ്. എന്താ ന്യായം പറയുന്നത്? KN ജോർജ് മന്ത്രിയാണ്. അയാളാണ് ദൈവത്തമ്പരമരോട് അയാൾക്കെന്നെ കാര്യം. അയാൾ ദ്വീപിലെ ക്ലർക്കായിരുന്നു. ദ്വീപിലെ ക്ലർക്കിന് നിയമസഭ കാര്യമുണ്ട്. ദ്വീപിലെ ക്ലർക്ക് അവിടെ ദ്വീപിയിലെ അച്ഛനും കൂടി ബഹളമായി. പാവപ്പെട്ട മന്നത്തപ്പന് ചാക്കിട്ടു. പക്ഷെ മന്നത്തപ്പൻ ഈ കേരള കോൺഗ്രസ് നശിച്ചു പോകുമെന്ന് പറഞ്ഞ് പിരിച്ചുവിടാൻ പറഞ്ഞതാണ്. ഏതായാലും 15 MLA ചാക്കിട്ട് പാവപ്പെട്ട ബാലകൃഷ്ണനെ പോലുള്ള നല്ല മനുഷ്യനെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പഴ കൊടുന്ന് ശങ്കര താഴ്ചയടിച്ചു. എന്നിട്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കി. ഇപ്പോഴോ കേരള കോൺഗ്രസ് ഉണ്ടായിട്ട് ഒരു ദിവസം കേരള കോൺഗ്രസ് ഒരുമിച്ചിരുന്നു. KN ജോർജ് KM മാണിക്ക് അടിവെച്ചു. അത് മാണി ഗ്രൂപ്പായി. ജോർജ് സാറിനെ ഏതായാലും ഹാർട്ട് അറ്റാക്ക് വന്ന് കൊന്നു. അത് കഴിഞ്ഞപ്പോഴോ മാണി ജോസഫ് തന്നെ. മാണി ജോസഫ് അടിച്ചു പിരിഞ്ഞു. മാണി ജോസഫ് പിരിഞ്ഞു, പിള്ള പിരിഞ്ഞു, ഉറുപ്പ് പിരിഞ്ഞു. എത്ര ഒരു 150 കേരള കോൺഗ്രസ് ഉണ്ടായില്ലേ. ഞാൻ അതിനകത്തെല്ലാം എപ്പോഴും ഈ TM ജേക്കബിനോട് എനിക്ക് വലിയ ബന്ധമായിരുന്നു. ജേക്കബും PG ആയിട്ടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേരള കോൺഗ്രസ് ആയി നിന്നത്. പക്ഷേ അവൻ TM ജേക്കബ് മരിച്ചു. ജേക്കബിനെ പറ്റി ഒരു വാക്ക് പറയാം. കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു അദ്ദേഹം. ആ ജേക്കബിൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ ജേക്കബും മാണികൾക്ക് പോയായിരുന്നു ജോസഫിൻ്റെ വിട്ട്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വന്നപ്പോൾ ജോസഫും മാണി 2 പാർട്ടി ഇരിക്കുക. എന്താ ഇത് പിരിച്ചുവിടാൻ 5 കൊല്ലമായിട്ട് ഞാൻ പറയും. ഇത് പിരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ആ ഒരു കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി അല്ലേ? അവനാരാ? ഇവിടെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന KC അവൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? പറയട്ടെ. TM മാത്യു KC കേരള കോൺഗ്രസിന്റെ ഗ്രൂപ്പിന്റെ നേതാവെന്ന് ഞാൻ സമ്മതിക്കായിരുന്നു. ജോൺ നെല്ലൂരാന്ന് ഞാൻ സമ്മതിക്കാം. മനസ്സിലായില്ലേ? ഇവന് ഒരു ബന്ധമല്ല. KM മാണിയുടെ അവൻ റൂം സ്കൂളിൽ ചൊല്ലി കഴിച്ച് പഞ്ചായത്ത് കഴിച്ച് നടക്കുക. അവന് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയാടി ഒരു വിവരമില്ലാത്തവൻ. അവനെ മാണിയുടെ മകനാണെന്ന് പറഞ്ഞ് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ജനം തോപ്പിച്ചു വിട്ടില്ലേ. അപ്പോൾ പിന്നെ രാജ്യസഭ അത് മുന്നിൽ ഉണ്ടാക്കിയത്. അല്ല, രാജ്യസഭയിൽ അവന് പോകാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ വേറൊന്ന്, KM മാണിയെ നേരിട്ട് മർദ്ദിച്ച ആളാണ് ജോസ് കെ മാണി. തന്റെ തല്ലിയവന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുകയാണ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ വിശദാംശത്തിൽ കിടക്കുന്നില്ല. ആവശ്യമെങ്കിൽ വിശദാംശങ്ങൾ അവന് തർക്കം വന്നുകൊണ്ട് ഞാൻ തെളിവ് ഉൾപ്പെടെ പറയാം. ഇവിടെ സാക്ഷി ഉൾപ്പെടെ കാര്യമാണ്. അങ്ങനെ മുഖ്യമന്ത്രിയായിട്ടാണ് KM മാണി അറിയാമോ? ഈ ജോസ് കെ മാണി മെമ്പറും കൂടെ അത് തകർന്നു. അന്ന് മാനസാർ കെട്ടിപ്പിടിച്ചതിനെ കരഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് അന്നാണ് പുള്ളി അടിച്ചത്. അത് കഴിഞ്ഞ് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിയെ മന്ത്രി അവസാന സമയം പുള്ളി മന്ത്രിസ്ഥാനമൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞ് പുള്ളിക്ക് കട്ടൻകായ് പോലും കൊടുക്കാതെ പീഡിപ്പിച്ചിട്ടുണ്ട്. കയറിയാണ്. ഇതൊക്കെ എൻ്റെ കയ്യിലെല്ലാം തെളിവുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ ഓർക്കും ചരിത്രം എഴുതിയാൽ ഈ പല മാന്യന്മാരുടെ മുഖം ഒന്ന് നന്നാക്കിയെടുക്കാൻ പിന്നെ ഞാനൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം. കേരള കോൺഗ്രസ് സംസ്കാരത്തിൽ ഏറ്റവും മാന്യനാരാന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ അസഭ്യം പറഞ്ഞിട്ടുള്ള KM മാണി ഏറ്റവും മാന്യം. ഞാൻ വിളിച്ചു നോക്കാൻ പറയാം. അങ്ങേർക്കൊരു ദീനാനുഗമനം ഉണ്ടായിരുന്നു, മനസാക്ഷി ഉണ്ടായിരുന്നു. കാശ് മേടിക്കാൻ ഒന്നുമില്ലായിരുന്നു. പുള്ളി 10-20 കൊല്ലം ഉണ്ടായിരുന്നു. പുള്ളി കാശ് മേടിച്ചെന്ന് പറഞ്ഞാൽ എന്നതാണ് അത് ഒരു 5 കോടി രൂപയുടെ വർക്കിന് ചെന്നൊരു 10,000 രൂപ കൊടുത്ത അത്രയും മതി എന്ന് പറയും. പുള്ളി എന്ന് ചക്കട്ടിക്കൂടെ ഒറ്റയേറാൻ അത് കുട്ടിമിച്ചെടുത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഇടപാട്. മകൻ പ്രായമായപ്പോൾ ശതമാനം പറഞ്ഞു. അവിടെ പ്രശ്നം ഉണ്ടായി. പാർപ്പാട് കേസൊക്കെ തന്നെ 15-20% പറഞ്ഞ് ജോസ് കെ മാണി. അതാണ് തർക്കം ഉണ്ടായത്. അതാണ് അടിയുണ്ടായത്. അപ്പോൾ പിന്നെ വർത്താൻ വേണ്ടി കാര്യമുണ്ട്. അവിടെ ദൈവശിക്ഷ ജോസ് കെ മാണിയുടെ തലേന്ന് മാറുകയാണ്. ഇങ്ങനെ വാള് പറഞ്ഞ് ഞാൻ നിൽക്കും. അവൻ ഒരിക്കലും രക്ഷപ്പെടുകയാണ്. അതുപോലെ വേറൊരാൾ PJ ജോസഫ്. മാണി സാർ കാശില്ലാത്തതുകൊണ്ട് വെച്ചാൽ കാശ് മേടിച്ചു. ഇയാളെന്തിനാ കൈക്കൂലി മേടിച്ചത്? ഈ ജോസഫ് 90 ഏക്കർ ഭൂമി ഉണ്ടായിട്ട് കാലമാടൻ എന്നൊക്കെ ഞാൻ പറയേണ്ടി വരും. അയാളെന്തിനാ കൈക്കൂലിക്കാരനായി മാറുന്നു? നാണം കെട്ടവൻ. കേരള സംസ്കാരത്തിൽ ഉണ്ടാക്കി മുഴുവനെ എന്താ അയാളാ? എന്താ കാരണമൊന്നുമില്ല. അത് കൂടെ പറഞ്ഞുതരാം. ജോർജ് സാർ ഈ ഇലക്ഷൻ കാലത്ത് AC ചാക്കോ പോയി കഴിഞ്ഞാൽ ഈ PJ ജോസഫ് ഒരു ചെറുപ്പക്കാരനാന്നൊക്കെ പറഞ്ഞ് ആരാണ് MA സഭ നിൽക്കുകയെന്ന് പറഞ്ഞ് ജോർജ് സാർ നേരെ മാത്തഞ്ചെണ്ണുണ്ട്
വീട്ടിൽ ചെന്ന് പിടിച്ച് അയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. സ്ഥാനാർത്ഥി ആകലായിരുന്നു PRS നിർബന്ധത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായതാണ്. എന്നിട്ട് പിരിച്ച് കാശും കൊണ്ട് കൊടുത്താൽ രസം മോൻ ജോർജ് സാറ് അയാളെ MLA ആയി കഴിഞ്ഞിട്ടോ ആദ്യ ആൾ കാലുവാരി KM ജോർജ് സാറിനെ, സ്വന്തം ജോർജ് സാറിൻ്റെ കാലുവാരി അയാൾ മാണികൂടത്ത് പോയി. മാണി ഉണ്ടാക്കിയ 9 ഗ്രൂപ്പിൽ ശക്തി ജോസഫായിരുന്നു. ജോർജ് സാറിൻ്റെ അടുത്ത് ചെന്ന് ജോർജ് സാർ ചെയർമാനും മന്ത്രിയായിരുന്നു കത്ത് കൊടുത്തത് ജോസഫ് അവധിയാണ്. ഇന്ന് ആർക്കും അറിയാം, ഇവർക്ക് ചരിത്രം എഴുതേണ്ടതാണ്. അത് അന്ന് പോൾപി മാണി എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രസിഡന്റാണ്, കേരള കോൺഗ്രസ് പ്രസിഡന്റാണ്. അയാൾ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷേ ജോർജ് സാറിനെ മാറ്റുന്നൂടായി ഇപ്പോൾ വ്യത്യാസമുണ്ട്. അയാൾ കമ്മിറ്റി കോട്ടക്കൽ അപ്പച്ചൻ്റെ ഈ പിരമിഡ് ലക്ഷം കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോൾപി മാണി ജോർജ് സാറിന് ഇങ്ങനെ എഴുത്ത് വരാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ജോസഫ് എഴുത്തും കൂടി വന്നപ്പോൾ ജോർജ് സാർ അപ്പോൾ ആവശ്യമില്ല എഴുതി എന്നേക്കാൻ പറഞ്ഞു. നാടിപ്പോയി അന്നേരം ജോർജ് സാർ അതിന് അന്നേരം മനസ്സിലായി, ഗ്രൂപ്പ് രഹസ്യം തുറന്ന് മനസ്സിലായി. ഏതായാലും ജോസഫ് അത് കൊടുത്തേച്ച് പോന്നു. അത് കഴിഞ്ഞാണ് ഈ മാണി സാർ മന്ത്രിയാകുക, ജോർജ് സാർ ചെയർമാനാകുക, അതിന് തർക്കമൊക്കെ ഉണ്ടായതും ഈ അടി ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഇത് നന്നാകല. ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ടാകാതെ എല്ലാ ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നിരുന്നത് കേരളത്തിൽ ക്രിസ്ത്യൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരുന്നു. ഇപ്പം കോൺഗ്രസിനകത്ത് ഒരു ക്രിസ്ത്യാനിയുണ്ട്, ഏതാളും വില പോയില്ലേ, ഒരു സാധനം ക്രിസ്ത്യാനിക്കില്ലെന്നായി. അവർ മുസ്ലിങ്ങളുടെ കൈയേറി കുറ്റംപെട്ടൻ്റെ കാര്യം, അവർക്ക് അവരുടെ അവകാശമാണ്. ഹസനെ പോലുള്ളവർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് പിരിച്ചുവിടുക എന്നാണ് ഇത് ചെയ്യാവുന്നത്. ഇനിയിപ്പോൾ ഏക മാർഗമുള്ള ജോസഫിനൊന്നും കൂട്ടാൻ കൊള്ളില്ല, അല്ലെങ്കിൽ വേണം BJP ചേർക്കാൻ. ജോസഫിനൊന്നും BJP ചേർത്തിട്ട് കാര്യമില്ല. ഈ കർഷകരുടെ പാർട്ടി എന്നാണോ കേരള കോൺഗ്രസ് അറിയുന്നത്? എന്താ പറയുന്നത്? ഈ കൃഷി വകുപ്പ് ഈ കാലത്തിനിടെ അത് പറയാം. ഞാൻ ഈ ഗവൺമെൻറ് ഇവിടെ 9 അംഗ കമ്മിറ്റി ഉണ്ട്. ഞങ്ങളുടെ 9 അംഗ അന്ന് ഈ ജോയി എബ്രഹാം ഉണ്ട് ആ കമ്മിറ്റിക്കകത്ത്. ഞാൻ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തു. സാധ്യമല്ല, എക്സൈസ് വേണമെന്ന് വെക്കാൻ പറഞ്ഞു. എക്സൈസ് നമുക്ക് വേണ്ട, കൃഷി വേണം. ഒരാൾ കൂടാനില്ല. ഈ ജോയി എബ്രഹാം കൂടത്തിൽ കൂടി ന്യായമാണെന്ന് തോന്നുന്നു. പിന്നെ ആന്റണി രാജുവും മറ്റും കൂടി തിരിക്കുന്നു, ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു. അപ്പം ജോസഫ് മാണികൾ തീരുമാനിച്ചോളാൻ പറഞ്ഞ് വിരിയിച്ച് അവർക്ക് എക്സൈസാണ് വേണ്ടത്, കൃഷി വേണ്ട. പിന്നെ എന്ത് ചെയ്യും? കൃഷിക്കാരൻ്റെ പാർട്ടി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഉപകാരം കൃഷിക്കാരന് വേണ്ടി കേരള കോൺഗ്രസ് ചെയ്തേ പറയാൻ. ജോസഫ് മാണി പിന്നെയും മാണി കുറേ ഇടപാടുകളൊക്കെ നടത്തി. ഈ വിലസ്ഥിരത ഫണ്ട്, റബ്ബറിൻ്റെ വില, ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ KM മാണി ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ശാശ്വതമായിട്ട് കർഷകന് ഒരു ഉപകാരം കിട്ടിയിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ജോസഫ് ആയിരുന്നു റവന്യൂ മന്ത്രി, ഇടുക്കി ജില്ലക്കാരനാണ്. ആ ഇടുക്കി ജില്ലയിലുള്ള പാവപ്പെട്ട കൃഷിക്കാരൻ്റെ പട്ടയം കൊടുക്കാനായി കഴിഞ്ഞു. അയാൾ എന്തിനാണ് അവരെ കൃഷിമന്ത്രിയായിട്ട് റവന്യൂ മന്ത്രിയുടെ പട്ടയം കൊടുക്കേണ്ടവൻ? ഇതേ രാജ്യം വന്നു, ലക്ഷക്കണക്കിന് പട്ടയം കൊടുത്തോണ്ടിരിക്കുക രാജ്യം, പുതിയ മന്ത്രി, പാവം ചെറുപ്പക്കാരൻ, തൃശ്ശൂരുകാരൻ. ഈ ഇടുക്കിക്കാരനായ ജോസഫ് പട്ടയം കൊടുത്തില്ല. എന്തിനാണ് മന്ത്രിയുടെ നടന്ന്? അപ്പോൾ അത് മതി, ഇതുകൂടെ പറയണം. താങ്കള് പൂഞ്ഞാറിൽ വികസനങ്ങളുടെ ഒരു നിര തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അതുപോലെ പാലായിൽ ഒരു വികസന മഴ പെയ്ച്ച ആളാണ് യശസ്വരീനായ KM മാണി. ഇപ്പോൾ താങ്കളുടെ ഈ പ്രസ്താവനയിൽ തന്നെ പല പ്രാവശ്യം KM മാണിയെ പൊഴുത്തുകയും ചെയ്തു. പക്ഷെ താങ്കള് മുൻകാലങ്ങളിൽ KM മാണിയെ വളരെയധികം രൂക്ഷമായിട്ട് വിമർശിച്ച് പാലായിലെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടായി. അതായത് ഞാൻ മരിച്ച KM മാണി റീത്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശവം അവനെ പൊഴിക്കും എന്ന് താങ്കൾ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഒരു ദുഃഖമില്ല പറഞ്ഞു. മനസ്സിലായില്ലേ? KM മാണി മന്ത്രിയായിരിക്കുന്ന കാലത്ത് പൂഞ്ഞാറോട് കളിച്ച അവഗണനയാണ് എൻ്റെ പ്രശ്നം. അല്ലാതെ മീനച്ചി താലൂക്ക പൂഞ്ഞാറിലുള്ള താലൂക്ക് ആസ്ഥാനത്തിൽ എല്ലാ സാധനവും പാലായില്ല. ഒന്നും ഈരാറ്റുപേട്ടയ്ക്ക് ഇല്ല, പൂഞ്ഞാറും. അതാണ് എനിക്ക് വൈരാഗ്യമുണ്ടായത്. ഞാൻ ഈരാറ്റുപേട്ട താലൂക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പൂഞ്ഞാർ താലൂക്ക് ഉണ്ടാക്കി ഈരാറ്റുപേട്ട കേന്ദ്രമായി താലൂക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പം ആ ഫയൽ 82 മുതൽ കയ്യിലിരിക്കുകയാണ്. അത് ശ്രീനിവാസൻ റവന്യൂ മന്ത്രി വന്നപ്പോൾ അദ്ദേഹം ചെയ്ത അദ്ദേഹം ഒറിജിനേറ്റ് ചെയ്ത ഫയലാണ്. മാണിയുടെ ഇരിക്കില്ല എല്ലാ കാലത്തും. മാണി ചത്താ സമ്മതിക്കണം. ഒരു കോടതി ഉണ്ടാകുന്ന സമയം കഴിഞ്ഞാൽ അടി വെച്ച കോടതി ഉണ്ടാക്കി. വില്ലേജ് 4 വില്ലേജ് പുതുതായി ഉണ്ടാക്കി. മാണി ഇല്ലാത്ത വില്ലേജാണ് ഉണ്ടാക്കി. ഒരൊറ്റ ഉദാഹരണം പറയാം. ഈരാറ്റോടെ കോടതി ഉണ്ടാക്കിയപ്പം
ഫൈനാൻസിൻ്റെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഇങ്ങനെ ധനകാര്യമന്ത്രിയാണ്. കോടതി നമ്മുടെ സുബ്രഹ്മണ്യം പോലീസുകാർ ചീഫ് ജസ്റ്റിസാണ്. അങ്ങനെ ചെന്ന് കണ്ട് ഞാൻ സങ്കടം പറയും. പുള്ളിയൊക്കെ പേഴ്സണലായിട്ട് ഏറ്റെടുത്താണ് കോടതി ഉണ്ടാക്കി, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. എന്നുവെച്ചാൽ മേശയും കസേരയൊക്കെ വേണം. അതിനുവേണ്ടി എക്സ്പെൻഡിച്ചർ മണി റിജക്റ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ കോടതി തുടങ്ങും? ഞാൻ ചെന്ന് അദ്ദേഹത്തിനടുത്ത് എൻ്റെ പൊന്നു സാർ ഇങ്ങനെയാണ് കാശ് തരുന്നില്ലോ, മേശ ഈ ജഡ്ജിയിരിക്കുന്നതിനെ ഉണ്ടാക്കട്ടെ മജിസ്ട്രേറ്റിന് സമ്മതിക്കല്ലേ. അപ്പോൾ ജാർജ് കാര്യം ചെയ്യുക, കുറേ മേശ കസേരയൊക്കെ ഉണ്ടാക്കാമോ? ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, ഉണ്ടാക്കിയിട്ട് ഞാൻ വന്ന് ഉൾക്കാടിച്ചോളാം. ഞാൻ വന്ന് ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ പറഞ്ഞു, പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്ന ഒരു വലിയ റൗണ്ട് സാറുണ്ട്, ആധാരം വക്കീലന്മാർക്ക് ഇരിക്കാനും മജിസ്ട്രേറ്റിന് ഇരിക്കാൻ പ്രത്യേകം മേശയും കൊണ്ടുപോയിട്ട് കോടതിയാക്കി. ഇവരെ കാശില്ലാതെ തന്നെ കോടതി അത് നിലയാക്കി. എന്താ വെച്ചാൽ പോറ്റി സാറ് വന്നു. പോറ്റി സാറ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നടക്കാറില്ല. ഞാൻ പറഞ്ഞു നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹം. പുള്ളി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ മുതൽ അരുത്ത പള്ളിവാദല്ല കോടതി, അവിടം വരെ നടന്നു. ഒരു 5000-ഓളം പേര് നിന്ന് പുള്ളി ഉദ്ഘാടിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോടതി സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്, എൻ്റെ ലോക്കൽ ജഡ്ജിമാർ ചെയ്യേണ്ടതാണ്. ഇത് ജാറിനോട് സ്നേഹത്തിന് വന്ന് ചെയ്യുകയാണ്. ഈ കോടതിക്ക് എല്ലാ നന്മകളും നേരുന്നു പറഞ്ഞ് കയറി പോയി. അത് ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാക്കി. ഇപ്പം അത് നല്ല സുന്ദരം കെട്ടിടം പണിത്, പെർമനൻറ്റ് കെട്ടിടം പണിത് കോടതി ഇവിടെ ഈരാറ്റുപേട്ട മനസ്സിലായത് മാണി തരുന്നതാണ്. അപ്പം ഞാൻ ഒരു ദിവസം കൊണ്ട് എൻ്റെ ഒരു കൊല്ലം കൊണ്ടാണ് മാണി ചെയ്യിച്ചത്. അതാണ് മാണി ഉടനെ എൻ്റെ വിരോധം. ആ തെറിയാണ് ഞാൻ മാണി പറഞ്ഞു കൊടുക്കുന്നത്, മനസ്സിലായി. ഇത് വ്യക്തമായിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ മരിക്കുമ്പോൾ ഞാൻ അങ്ങേർക്ക് സഹായത്തിനുള്ളൂ. അവസാന കാലത്ത് അങ്ങനെ ചോക്കാൻ ആരുണ്ട്? ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഉദാഹരണമൊന്നും ഇവിടെ പറയുന്നില്ല, പറഞ്ഞാൽ പോട്ടെ, ഞാൻ പറയുന്നില്ല. എത്ര ദുഃഖകരമായിരുന്നു അങ്ങനെ അന്ത്യം. പുള്ളിക്ക് സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാൻ പോലും അവസരം ഇവന്മാർ കൊടുത്തില്ല. ആ മകനും മകനും നമ്മളെ ഇവിടെ മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഈ പരമ്പളി നേറി കോതമംഗലത്ത് കെട്ടിച്ച പെണ്ണിൻ്റെ വീട്ടിലാണ് പോയി കിടന്നത്. ഞാൻ എൻ്റെ ബാക്കി പേര് പിന്നെ പറയാം. ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ദുരിതാശ്വാസ നിധിയെ കുറിച്ചൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ടോ? ഞാൻ പറയട്ടോ, ഞാൻ എന്തേ ഈ പിണറായി വിജയൻ എങ്ങനെ ചീത്ത പറയും പറയാതിരിക്കും. അവിടെ ഈ വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. മരിച്ച ആളുടെ എണ്ണം ഇപ്പോഴും ആർക്കും അറിയില്ല. 500, 600, 800, 349, 379 പല കണക്കാണ്. എത്രയാണ് ഇപ്പോഴും മനുഷ്യ കണ്ടെത്താൻ. അതിൻ്റെ പേര് ഇതുപോലെ ജനങ്ങൾ സഹകരിച്ച ഒരു ദുരന്ത നിവാരണത്തില്ല. മുഴുവൻ പേർക്കും വീട് വെച്ചു. കത്തോലിക്ക സഭ നമ്മുടെ വെള്ളക്കാടുകളാവാ പ്രഖ്യാപിച്ചത് 100 വീട് വെച്ചിരിക്കുന്നു. യാക്കോബ് സമുദായം 50 വീട് വെച്ചിരിക്കുന്നു. യാക്കോബ്, അതായത് SNDP, NSS അങ്ങനെയുള്ള സാമൂഹിക സംഘടനകൾ എല്ലാം സഹായമായിട്ടെത്തി. ഡ്രസ്സ് അടക്കിന് സേവാഭാരതിയാണ് പാവങ്ങളെ മുഴുവൻ അടക്കിയത്. ഒരു കൈ, ഒരു വേറുള്ള ഇതൊക്കെ അടക്കിയത്. അടക്കിന് ഇത്രയുള്ളതൊന്നും കൂടെ കുഴിച്ചിട്ട് എല്ലാം കൂടെ കൂടി സേവാഭാരതി അടക്കിയ. സേവാഭാരതി പറഞ്ഞ് സാമൂഹ്യ സംഘടനകളും കൂടി ഒരു ശാപത്തിന്, അതായത് ഒരു കൈവരലിന് 75,000 രൂപ ലോകത്തുണ്ടോ ഇടിവെട്ടിപ്പോലെ 75,000 രൂപ ഒരു ഉദാഹരണമാണ്. എന്നാൽ ആ പാവങ്ങള് അവിടെ വീടും കുഴിയും പോയി പശുത്തൊഴുത്തും പോയിട്ടുണ്ട്. അവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ പശുത്തൊഴുത്തിന് എത്ര രൂപ എന്നറിയാം? 3,000 രൂപ നഷ്ടം. 3,000 രൂപ. പിണറായി വിജയൻ വീട്ടിലെ പശുത്തൊഴുത്തിന് വില എത്ര എന്നറിയാം? 41 ലക്ഷം, 41.5 ലക്ഷം. പിണറായി വീടിൻ്റെ പശുത്തൊഴുത്തിന് ചാണകക്കുഴി 5 ലക്ഷം രൂപ. ഇത് 3,000 ഇടി വെട്ടിപ്പോകില്ല. പറ, മനസ്സാക്ഷിയുണ്ടോ ഇവിടുത്തെ? ഈ കണക്കുണ്ടാക്കി മുഖ്യമന്ത്രി കൊടുത്തവൻ ആരാണെന്ന് അന്വേഷിക്കേണ്ട, അവന് തൂക്കം വിധിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഇതിന് ഒപ്പിട്ട് കൊടുത്ത പിണറായി പിന്നെ കൈക്കൂലിയാകും കാശും മേടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആള് എവിടെ ഒപ്പിടണം? ഇപ്പോൾ MP ആയി പോയ മുൻ സ്പീക്കർ K. രാധാകൃഷ്ണൻ പൊതുവില മേടിക്കാൻ 9.25 ലക്ഷം രൂപ, പൊതുവിലയ്ക്ക് 9.25 ലക്ഷം രൂപയാണ് വിവരാവകാശം പ്രകാരം കിട്ടിയത്. എന്തിന് ഈയിടെ കൊടുത്തതാ? ഈ സർക്കാരിൽ നിന്ന് എഴുതി മേടിച്ചു. ഇപ്പം അങ്ങനെ ഈ പിണറായി വിജയന്റെ കണക്കുകൾ പറഞ്ഞു കൂടെ ഉള്ളവരും 9.25 ലക്ഷം രൂപ. അപ്പൻ്റെ പുറകെ മക്കൾ പോകുന്നത്
പക്ഷെ രാധാകൃഷ്ണൻ ഒരു മാന്യമാണ്, അവൻ അത്ര വൃത്തികൾ കളിക്കാൻ കാരണം വിവരാവകാശപ്രകാരം കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും ഞാൻ പരിശോധിക്കട്ടെ, എനിക്കറിയില്ല. കാരണം രാധാകൃഷ്ണൻ ഒരു സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാൾ ഈ വാഗമണ്ണുകാരനാണ്. ഞാനുമായിട്ട് അത്രയേറെ ബന്ധമുള്ളവനാണ്. കാശിലായിട്ട് എന്നോട് വല്ലപ്പോഴും 10,000 കടം മേടിക്കുന്നവനാണ്. അയാളെ സ്വന്തം അയാളുടെ അനിയനും പെങ്ങൾക്കും ഈ IHR ജോലി ഞാൻ മേടിച്ചു കൊടുത്തു. അത് രാധാകൃഷ്ണൻ അറിഞ്ഞില്ല. അവർ പട്ടിണി കിടക്കുക, ഇവൻ മന്ത്രി തന്നെ അവർ കഞ്ഞി കുടിക്കട്ടെ. അത് രാജിവെപ്പിക്കാൻ നോക്കിയവൻ. കാരണം ഞാൻ മന്ത്രി ആയിരിക്കുമ്പോൾ നീ ജോലി പഠിക്കാൻ പാടില്ല, താൻ തന്നെ കാര്യം നോക്കാൻ പറഞ്ഞു. അവർ IHR ജോലി ഉണ്ടായിരുന്നു, 2 പിള്ളേർ പാവങ്ങൾ. അത്ര സത്യസന്ധനായ രാധാകൃഷ്ണൻ ഇങ്ങനെ പൊതുവഴിക്ക് അത്ര കാശ് മേടിച്ച് എന്തെങ്കിലും അതിനകത്ത് ഒരു കുഴപ്പമുണ്ട്, അന്വേഷിക്കാം. ഈ PV അൻവർ ഇപ്പം കേരളത്തിലെ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നടപടികളെ കുറിച്ച്? PV അൻവർ എന്ന് പറയുന്നത്, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വേറെ ചെയ്യണമെന്ന് ഞാൻ പറയാൻ പാടില്ല. അൻവറുടെ മാന്യത എന്താണ്? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ് അയാൾ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും നല്ലത്, ഇതൊരു കളിയുടെ ഭാഗമാണ്. അതായത് അയാൾ ഭാരതത്തിൽ നിന്ന് വരുന്ന വെള്ളം തടഞ്ഞ് 3 ഡാം വെച്ചിരിക്കുക. ആ ഡാം പൊളിക്കാൻ പറഞ്ഞിട്ടാണ് അയാൾ പൊളിക്കാത്തത്. അതിന് ഭൂമി കയ്യേറ്റി വെച്ചിരിക്കുകയാണ്. എന്താ അത് വിട്ടുകൊടുക്കാത്ത സർക്കാരിന്? MLA അധികാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മര്യാദ കേട്ടവൻ. എൻ്റെ വീടിൻ്റെ അവിടെ ഒരു പുറമ്പോക്ക് കൊണ്ട് വെച്ചതെന്ന് പറഞ്ഞു. ഞാൻ 2ാമത് അടപ്പിച്ച് വെച്ച് ഒരു മരത്തെ പറ്റി പുറമ്പോക്കല്ലെന്ന് വേണ്ട, ജനങ്ങൾക്ക് സംശയമുള്ള വീട്ടിലിടാൻ പോകും. ആ മാന്യത പുറത്തം കാണിക്കും. റസാഖ് എന്നാ മാന്യത അവിടെ ഈ ഏരിയാക്ക് അയാള് വലിയ പ്രസവിച്ചുകൊണ്ട് നടക്കുക. മുഖ്യമന്ത്രിക്കെതിരാന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചെലവിലാണെങ്കിൽ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റിയാസിൻ്റെ കാശിൻ്റെ പുറത്ത് അയാളുടെ വർത്തമാനം റിയാസായിട്ട് പറയിക്കുന്നതിന് പറയുന്നു. ഇതൊന്നും അറിയില്ല, തന്നെ പുറത്തു വരും. ഏതായാലും ഇസ്ലാം ഭീകരതയുടെ ഒരു ഭാഗമാണ് ആ MLA എന്തെങ്കിലും ഇരിക്കുമ്പോൾ സംശയമില്ല. അയാളുടെ പുറത്ത് ആരൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയാണ് ദൈവം എന്ന് പറയുന്ന നമ്മുടെ പഴയ മന്ത്രി, എന്നയാളുടെ പേര് മുസ്ലിം മന്ത്രി ഉണ്ടല്ലോ, അബ്ദുറഹ്മാൻ. നീ റസാഖല്ല, നമ്മുടെ പേര് ഞാൻ പറഞ്ഞത് ജലീൽ. അതായത് ഈ ഏറ്റവും വലിയ മുസ്ലിം മത തീവ്രവാദികളെല്ലാം കൊടുത്തിട്ടുണ്ട് അലിയാൻ്റെ. പിന്നെ അയാളെങ്ങനെ മാന്യനാകുന്നത്? അൻവർ മാന്യനാകുന്നത് എങ്ങനെ? അതൊരു കളിയുടെ ഭാഗമാണ്. പക്ഷേ CPM-നകത്ത് വലിയ ചർച്ച നടക്കും. അതിന് കാരണം P. ജയരാജൻ ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ചർച്ച വരും. അപ്പോൾ കേരളത്തെ രക്ഷിക്കാൻ CPM-ന് നല്ല CPM-കാർക്ക് ഈ വൃത്തികൊണ്ട് കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം വരുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. BJP-യിൽ ഇപ്പോൾ താങ്കൾ തൃപ്തനാണോ? അർഹിക്കുന്ന സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഞാൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ BJP ചേർന്നത്, പറഞ്ഞുതരാം. അതായത് ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ മുതൽ എന്നോടുള്ള പിണറായിയുടെ വൈരാഗ്യത്തിൽ തിരുവിതാംകൂർ ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടിച്ചത് ഞാനാണ് ആ വർഷം. ആ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗത്തിൽ ഹിന്ദു ഐക്യപ്പെടണം, നിങ്ങളുടെ ശക്തി നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ഐക്യപ്പെട്ടെങ്കിൽ മാത്രമേ കേരളവും രാജ്യവും രക്ഷപ്പെടൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അഭിപ്രായം ഇപ്പോഴും ആണ്. അതായത് സംസ്കാരം, ഹിന്ദു സംസ്കാരം വന്ന് കുറേ ക്ഷേത്രത്തിൽ പോയി ഉറുതൊടാനല്ലേ ഞാൻ പറഞ്ഞു. അത് മനസ്സിലാക്കാൻ വിവരം ഉണ്ടാക്കിയില്ലല്ലോ അയാളെ. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള മാർഗമാക്കി. എന്നിട്ട് ഈ ഒരു ദിവസം രാത്രി ഒരു 2:30-3 ഏറ്റപ്പം ഈ റോഡ് നിറച്ചു പോലീസ് നമ്മുടെ വീടിൻ്റെ പിന്നിൽ. ഇതെന്തിടപാടാ? എന്തുപാട്ടെ പോലീസിൻ്റെ അവിടെ. ഞാൻ അവിടെ എനിക്കിട്ട് ആക്രമണം, മുസ്ലിം ആക്രമണം ഉണ്ടല്ലോ, അതിൻ്റെ വല്ല ആയിരിക്കും. ഞാൻ നോക്കാനേ പോലും വന്ന് കിടന്നു പറയും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങി കിടക്കും. അത് പിന്നെ ബെല്ലടിച്ചു. ഇതെന്താണെന്ന് ഞാൻ ഇപ്പുറം വന്ന് നോക്കിയപ്പം ആ റോഡിൽ നിന്ന് പോലീസുകാരെല്ലാം മിറ്റത്ത് നിൽക്കും. ഞാൻ പോയി അറിയിച്ചു, എന്താ നിങ്ങൾ വന്നത്? പിന്നെ ആ പറഞ്ഞ് അറസ്റ്റ് വാറണ്ട് ഉണ്ട്. ഞാൻ ആരെ വാറണ്ടെന്ന്? അത് വാറണ്ടല്ല, ജാമ്യമില്ല കേസെടുത്തിട്ടുണ്ട്, വേരിയബിളല്ല, അറസ്റ്റ് ചെയ്യാൻ വന്നു. ഞാൻ ആര് പറഞ്ഞ അറസ്റ്റ് ചെയ്യാൻ? ഇനിയിപ്പോൾ പറഞ്ഞാൽ അറസ്റ്റാകുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശം, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ്. എന്താ പോയേക്കാം, ഞാൻ കയ്യിൽ കൊണ്ടും ബനിയനുമാണ്. ഞാനതിനകത്ത് താമസിക്കേണ്ട പോയേക്കാൻ തോന്നും. ഞാൻ ഇറങ്ങി വണ്ടി കയറിയേക്കാൻ തോന്നും. പോലീസ് വണ്ടി കയറി പോകും. എൻ്റെ വീട്ടിൽ കാശ് കളയേണ്ട കാര്യമില്ല. ഞാൻ
അപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ എല്ലാവരും പറഞ്ഞു വേണ്ട, പൊളിച്ച് പതുക്കെ പോയാൽ അപ്പോൾ ഞാൻ പുള്ളിയെ കഴിഞ്ഞൊരു ഡ്രൈവർ വരാൻ പറഞ്ഞ ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഡ്രൈവർ വന്നു, ഞാൻ വണ്ടിയിൽ കയറി. അപ്പോൾ എൻ്റെ മകനും വന്ന് ഷോൺ വന്നു, ഞങ്ങളിങ്ങനെ പോവാം. അപ്പോൾ ഞാൻ പോലീസുകാർ തന്നെ കയറി ഇരിക്കാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് പോലീസുകാരൻ വേണ്ടി. അപ്പോൾ ഒരു സർവീസ് ഇൻസ്പെക്ടർ വന്ന് കയറി. അവിടുന്ന് വിട്ട് പനക്കപ്പാലത്ത് വന്നപ്പോൾ ഒരു 100ഓളം RSകാരോടെ എനിക്ക് പുഷ്പിച്ച് കിടക്കാൻ. അവിടെ മുതൽ തിരുവനന്തപുരം വരെ വഴി നീളെ പോലീസുകാരും വഴിവെച്ച് പോയി. എല്ലാ മേഖലയിലുള്ള RS യൂണിറ്റ് കമ്മിറ്റികളും BJP പ്രവർത്തകർ റോഡിലിറങ്ങി എന്നെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ പോയി നമ്മുടെ തിരുവനന്തപുരം 6 ആക്കുളം അങ്ങനെ തിരിച്ചാണ്. അതിന് 6 കിലോമീറ്റർ ഇപ്പറേ വെച്ച് ഒരു 4 ആരുകളുള്ളവർ അവർ ഇറങ്ങി വണ്ടി റോഡിൻ്റെ അടുത്തും തടഞ്ഞു. പോലീസും വിഷമിച്ചു. നോക്കിയപ്പം RSൻ്റെ ക്യാമ്പ് കിടക്കാം. അവിടെ നിന്ന് ആളിൽ ഇറങ്ങി വന്നില്ല. അങ്ങനെ പോലീസുകാർക്ക് ഓഫീസേഴ്സ് വിളിച്ചു, ഈ മനുഷ്യൻ ചെയ്ത കുറ്റം എന്താ പറഞ്ഞത്, എന്നിട്ട് കൊണ്ടുപോകാം, അത് തരുന്നില്ല, ചെയ്ത് തെറ്റെന്താ നിങ്ങൾ പറ, എന്തിനു കൊണ്ടുപോകുന്നു, എന്നെ ന്യായം പ്രശ്നമായി. പോലീസ് കിടന്ന് വിഷമിച്ചു. എന്നെ പറയാനും ആ പോലീസ് ഓഫീസേഴ്സ് എന്നോടൊന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ RSൻ്റെ ആക്കം വാങ്ങി സാരമില്ല, ഞാൻ പോയാൽ എന്നെ എന്നെ വിടാതിരിക്കാൻ പറ്റില്ല, കോടതിയിലോട്ട് കൊണ്ടുപോകണമല്ലോ, ഞാൻ കോടതി പറഞ്ഞോളാം, പേടിക്കണ്ട, ഈ ക്യാമ്പിൽ ഞാൻ തിരിച്ചു നിന്ന് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ അവർ എന്നെ വിട്ടു. അവിടെ കൊണ്ട് അവിടെ നിന്ന് പരിശോധന എല്ലാം കൊണ്ടല്ലോ, പോലീസിൻ്റെ നിയമം ഡോക്ടറും എല്ലാം കഴിഞ്ഞ് എന്നെ കോടതി ഹാജരാക്കിയത് ഈ കൊണ്ടായി കൊടുത്തിട്ട് കഴിച്ചോട്ടോ. എന്നെ ഹാജരാക്കിയ കോടതി 2ാം ബെഞ്ചിൽ ഹാജരാക്കിയ 1ാമത്തെ ബെഞ്ചിലുള്ളൂ. എന്നുവെച്ചാൽ 1ാം ബെഞ്ചിൽ ജഡ്ജി മജിസ്ട്രേറ്റ് ജഡീവ് എടുത്ത് 2ാം ബെഞ്ചിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ നടത്തിയിരിക്കുകയാണ്. അതെന്നോട് പറഞ്ഞു അവിടുന്ന് ഈ കോടതിയിലാളുകൾ. ഞാനിത് കുഴപ്പമാണെന്നോ, പിന്നെ 3ാം നിലയിലായിരുന്നു മജിസ്ട്രേറ്റ് താമസിക്കുന്നത്. എന്നെ ഞങ്ങൾ തോന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു പെണ്ണ് അവിടെ നിൽപ്പുണ്ട്, ഒരു സ്ത്രീ, എനിക്ക് നല്ല പരിചയം തോന്നി. അപ്പം ഞാൻ വിചാരിച്ച മജിസ്ട്രേറ്റിൻ്റെ ഭാര്യയായിരിക്കാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. മോളിൽ ചെന്നപ്പോഴത്തേന് ഒറ്റ ചിരിയ സ്ത്രീയാണ് എന്ന് വെച്ചാൽ എന്നെ അവസാനം വിശേഷമൊക്കെ ഞാൻ എനിക്കൊന്നും വിശേഷമില്ല, ഇമാരെ ചുമ്മാ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക, ഇങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കാൻ കൊണ്ടാണ്. ഞാൻ തന്നെയാണ് മജിസ്ട്രേറ്റ്. അപ്പോഴാണ് ഇവരെ മജിസ്ട്രേറ്റിൻ്റെ തീരുമാനിച്ചത്. അവരെ ലോ അക്കാഡമിയിലെ SFIയുടെ വൈസ് ചെയർമാനോ കൗൺസിലറോ എനിക്ക് നല്ല പരിചയം മൗലിയുണ്ട്. അവരുടെ വേഗം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ട, ജാമ്യക്കാരുണ്ട്, 2 പേരുടെ PAയും സണ്ണിയുടെ ഭാര്യയുണ്ട്. അവരെവിടെ നിന്ന് വെച്ചാൽ സാർ വേഗം ചെന്ന് വിഷയിച്ച് അവിടെ കരച്ചിലാകുന്നു. അവരത്ര ശ്രദ്ധിച്ചിരിക്കുന്നു. അതിനെ അന്നേരം ഇപ്പോൾ കൊള്ളാൻ വേണ്ടി വിട്ടു. ഞാൻ അവിടെ നിന്നില്ല. അന്നേരം വിട്ട് വന്ന് പത്രക്കാർ വേണം പറഞ്ഞിട്ട് നേരെ വന്ന് RSS ക്യാമ്പിൽ കയറി നടന്നില്ല, ഒന്നുകൂടെ പ്രസംഗിച്ച് നന്ദി മുറിച്ച് ഇങ്ങോട്ട് പോകും. അങ്ങനെയാണ് RSകാരും BJPക്കാരും ഈ ബന്ധമായി. പിന്നീട് എറണാകുളത്ത് തന്നെ കൊണ്ടുപോയപ്പോഴും RSകാർ വന്ന് എന്നെ സഹായിക്കാൻ. മുഴുവൻ പേരും ഒരു 5000 പേരാ തൃക്കാക്കര കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസ് വിഷമിച്ചു പോയി. ഞാൻ പിന്നെ നല്ല വാക്ക് പറഞ്ഞ് അവരോട് ശ്രീധരൻപിള്ള എന്ന് പറഞ്ഞാൽ അത് നല്ല മനുഷ്യൻ വരെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് നല്ല വാക്ക് പറഞ്ഞ് തിരുവനന്തപുരത്ത് അന്നേരം ജാമ്യം കിട്ടി വരുന്ന പ്രശ്നം. പിന്നെ 2ാമത് ഉണ്ടായപ്പോൾ മാത്രം ഒരു ദിവസം കിടന്നു. വളരെ സുഖമായിരുന്നു കേട്ടോ. അതാ നമ്മുടെ ജയിലിൽ ബാലകൃഷ്ണൻ്റെ കിടന്ന മുറിയിലാണ് തന്നെ. അവിടെ സെൻട്രൽ ജയിലിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറ്റി തന്നു, സെൻട്രലിലോട്ട് തന്നു. തിരുവനന്തപുരം ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിൽ വന്നു. അതിനകത്ത് നല്ല മുറിയാണ്, കട്ടിലുണ്ട്, തലയാണ്, എല്ലാം ഉണ്ടായിരുന്നു. സുഖമായിട്ട് കിടന്നു. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഈ അച്ഛനുണ്ടല്ലോ നമ്മുടെ എന്നെ ഈ മറ്റേ നേരത്തെ കേസിൽ അല്ല കൂട്ടരച്ചൻ ഞാനിത് രാവിലെ പത്രം വായിച്ചിരിക്കുക. പത്രമെല്ലാം കൂടെ ഒന്ന് വെച്ചാൽ അവർ ഓഫീസേഴ്സിൽ നമ്മൾ സൈഡാണ്. പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കാലോട്ട് ആരാണ്ട് വന്ന് വീണു. ഇത് ആരാണ് ഞാൻ പോയി ചാടിയേറ്റു. നോക്കിയപ്പോൾ കൂട്ടരച്ചൻ. അച്ഛൻ കിടക്കുക. അച്ഛൻ ദൈവം സാക്ഷി, ഒന്ന് PC, ഞാൻ നിരപരാധിയാണ്. ഇതിനകത്ത് കിടക്കുന്നവരെല്ലാം ഒന്ന് പോയി കാണാൻ പറഞ്ഞു. ഞാൻ ജയിലിൽ മുഴുവൻ നടന്നു. ആ ജയിലിൽ അതിനകത്തുള്ള വാർഡുകളെ 10-80 വയസ്സ് ഇങ്ങനെ ഓക്സിജൻ ഇങ്ങനെ കിടക്കുക. അതിനെ ജയിൽ കിടന്നിരിക്കും. ജയില എന്തൊരു നിയമം ഇതൊക്കെ. ഞാൻ ഇറങ്ങി വന്ന പച്ചക്കാരും കാണിച്ചു ഇത് കാര്യങ്ങൾ മുഴുവൻ. പത്രക്കാർ മുഴുവൻ 60 ചാനലുകളും ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ ചെറിയത്.
കാരണം അതിൻ്റെ പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ കേസ് വന്നു. കോടതിയിൽ നിന്ന് ഇവരെ എല്ലാം റിലീസ് ചെയ്യാൻ പറഞ്ഞു. അതൊരു വിട്ടുമാതിരി ഹൈക്കോടതി മാന്യത നടത്തുന്നു. എന്നുവെച്ചാൽ അച്ഛന് ജാമ്യം കൊടുത്തു. അച്ഛനും ഇറങ്ങിയ പിന്നെ അച്ഛൻ ജയിലിൽ കിടക്കണമെന്ന്. അങ്ങനെ എന്നെ ഒരു ദിവസം ജയിലിലോട്ട് വിട്ടത് നന്മയ്ക്ക് വേണ്ടി ദൈവം വിട്ടതെന്ന് എൻ്റെ വിശ്വാസം. ബാക്കിയെല്ലാം അന്നേരം വിട്ടത്. ഇനി അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ എവിടെ പാലായിലും നിയോജകമണ്ഡലത്തിൽ സംഭവം എന്നാന്നറിയാം, എനിക്ക് മത്സരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു പ്ലാനില്ല. BJP എന്ന് വളരെ മാന്യമായിട്ട് അത് BJP സംതൃപ്തരാണെന്ന് ചോദിച്ചത് 100% സംതൃപ്തിയിലായിരിക്കുന്നത്. ഞാൻ അവരുടെ അടുത്ത് ഒരു അവരെ പല ഡിമാൻഡുകൾ ചോദിച്ചു. സോറി, നോ ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ തവണ അവരെ പാർലമെന്റ് ചോദിക്കാം, ഞാൻ ചോദിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു സ്ഥാനം എന്തെങ്കിലും കിട്ടുക എന്ന ഒരു ഗൂഢ ലക്ഷ്യത്തോട് ചേർന്നല്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രക്ഷ മോദിജി എന്ന് പറയുന്ന മനുഷ്യനാണ്. ആ മോദിജി എന്ന് പറയുന്ന ആൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് BJP. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം വേണമെങ്കിലും, ഇവിടുത്തെ SC/ST സംരക്ഷണം വേണമെങ്കിലും, ഇവിടെ വനിതകളെ രക്ഷിക്കണമെങ്കിലും മോദിജി തന്നെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ച് പോയെങ്കിലും നടക്കും. അദ്ദേഹം ആ നിലപാടുള്ളവനാണ്. അപ്പോൾ പിന്നെ അങ്ങനെ എന്തിനും ഉപേക്ഷിക്കുക നമ്മൾ? അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്നോട് കാണിച്ച സൗമനസ്യം വെച്ചുകൊണ്ടാണ് ഞാൻ BJP ചേർന്നത്. ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അവരെ ഈ അടുത്ത കാലങ്ങളിലും എൻ്റെ ആളുകൾ എന്നെ വിളിച്ചിരുന്നു ഡൽഹിയിൽ നിന്ന്. അതുപോലെ തന്നെ ദേശീയ പ്രസിഡന്റ് നഡ്ഡാജി എന്നോട് പാലക്കാട് വെച്ചും പറഞ്ഞു, മിസ്റ്റർ PC സീനിയർ ലീഡർ, യു ജസ്റ്റ് കം ടു ഡൽഹി എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, സത്യം പറയുന്നു. കഴിഞ്ഞ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. പിന്നെ ജാവേദ്കർ അങ്ങനെ 2 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. വളരെ സൗഹൃദമാണ്, വളരെ മാന്യമായ ഒരു സമീപനമാണ് അവരുടെ എല്ലാവരുടെ ഭാഗത്തുള്ളത്. സുരേന്ദ്രൻ, നമ്മുടെ സംസ്ഥാനത്തെ സുരേന്ദ്രൻ എല്ലാ കാര്യവും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. വളരെ മാന്യമായിട്ട് ജില്ലാ പ്രസിഡന്റ് ജില്ല നല്ലൊരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരു വളരെ മാന്യമായ സമീപനമാണ് ഇതുവരെ എനിക്കുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തവണ എൻ്റെ മകൻ ഷോണിനെ അവർ ഡൽഹിയിൽ നിന്ന് തന്നെ നിശ്ചയിച്ച് മൈനോറിറ്റി സെല്ല് കേരളത്തിൻ്റെ ചീഫാക്കി വെച്ചിരിക്കുകയാണ്. ഓർഡർ കത്തവണോട് കത്തന്നെ ഇന്നലെ അവൻ കാണിച്ചു, മോളിൽ നിന്ന് കൊടുത്ത് കത്താൻ. അങ്ങനെ എല്ലാ മാന്യതയും അവർ നൽകുന്നുണ്ട്. പിന്നെ നമ്മളെന്തിനാ അവരെ മോശമാക്കേണ്ട കാര്യമില്ല. BJP അജിത് കുമാർ അതുപോലെ തന്നെ RSS നേതാവായിട്ട് കൂടിക്കാഴ്ച അതൊരു CPM അല്ലെങ്കിൽ BJP ഒരു അന്തർധാരയുണ്ട് എന്നൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വസ്തുത തൃശ്ശൂര് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരോപണം വന്നത്. ഞാൻ ആ ആരോപണമൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ആ സെറ്റ് ചേർന്നുണ്ടാക്കുന്ന ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. എൻ്റെ സംശയം ഈ അൻവറിനാണല്ലോ പറഞ്ഞത്, ഈ RS നേതാവിനെ പോയി ഈ പോലീസുകാരൻ കണ്ടു, തെറ്റ്. അപ്പോൾ ആ പോലീസുകാരൻ പോയി പാലക്കാട് തങ്ങളെ കണ്ട തെറ്റല്ലേ? അതിന് നീ മനസ്സിലായില്ലേ? RSന്റെ സമുന്നതനായ നേതാവ് ഇന്ത്യ ലെവലിൽ എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് തങ്ങളൊക്കെ എത്രയോ വലിയവനാണ്. അവിടെ പോയി ഒരു ഇവിടുത്തെ പോലീസിൻ്റെ ഒരു ചീഫ് പോയി കണ്ടു തന്നെ എത്ര മഹാഭാവം. അത് മഹാഭാവമാണ്. തങ്ങളെ പോയി കണ്ട തെറ്റല്ലേ? എന്താ അയാൾ പറയാത്തത്? പറയുമ്പോൾ എല്ലാം പറയണ്ടേ? എനിക്ക് മനസ്സിലായില്ലേ? അതിപ്പോൾ നമ്മുടെ മനസ്സാണ് മാറേണ്ടത്. അയാൾ പോയി RSനെ കണ്ടേ കൊള്ളാം, അയാൾക്ക് ദൂരമുണ്ട് പോയി ഒരു പോലീസ് ഉദ്യോഗസ്ഥരാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്, എന്തും ആയിക്കോട്ടെ. അതുപോലെ എന്തെങ്കിലും ആയിരിക്കും പാണക്കണ്ടത് തങ്ങളെ കണ്ടത്. അതിൻ്റെ കുറ്റം എനിക്ക് മനസ്സിലായില്ല. RSകാരനെ കണ്ട കുറ്റം, തങ്ങളെ കണ്ട ശരിയാന്ന് പറയുന്നത് മറ്റേ വാർത്തയാണ്. അതിനോട് യോജിപ്പിരിക്കില്ല. അത്രോ അവിടെ ആയിരിക്കും നിവൃത്തിയില്ല. ഉന്നയിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സെൽകുമാർ BJP ആയിരുന്നപ്പം എടുത്ത നിലപാടും ഇപ്പോൾ അജിത് കുമാർ എടുക്കുന്ന നിലപാടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിപ്പം സാഹചര്യ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളാണ്. എന്നാലും ഈ അജിത് കുമാറിനെ പിന്നെ എനിക്ക് നല്ലവണ്ണം അറിയാവുന്നൊരു പോലീസ് ഓഫീസറാണ്. പക്ഷെ അയാളുടെ ഭാഗത്ത് കുറേയേറെ തെറ്റുകളുണ്ട്. ഞാൻ വിശാംശം കിടക്കുന്നത് പോലീസുകാരനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാണ്? അയാൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെ കാര്യങ്ങളിൽ അയാളുടെ പങ്കാളിത്തം, സ്വർണ്ണ പൊട്ടിക്കൽ കേസിലൊക്കെ അയാളുടെ പങ്കാളിത്തം വളരെ വ്യക്തമാണ്. അതൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥ തെറ്റി പരിപാടിയല്ല. വീട് പണിയുന്നത് ഇത് എത്ര വലിയ വീടായ ആരെ കടത്താൻ അയാൾ വീട് പണിയുന്നത്? അത് ഇന്നലെ പിടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റായിട്ട്.
എൻ്റെ അഭിപ്രായം. സർ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം മുഖ്യധാര മാധ്യമങ്ങൾ സാറിന് മനഃപൂർവ്വം ഒഴിവാക്കുന്നതായിട്ട് തോന്നുന്നു. ഒഴിവാക്കുന്നു എന്ന് അങ്ങനെ പറയണ്ട. എന്നാന്നറിയാം, ഞാൻ പോകുന്നില്ല എന്നുള്ളതാണ്, പത്രസമ്മേളനം നടത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരു ചില മനപ്രയാസമുണ്ട് ഞാനിങ്ങനെ ബി ജെ പി ചേർന്നതെന്ന് എനിക്കറിയാം. അവരൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്കെൻ്റെ രാഷ്ട്രീയ ലൈൻ മാറ്റാൻ കഴിയില്ല. പിന്നെ ആരെങ്കിലും അവഗണിച്ചാൽ അങ്ങ് തീർന്നു പോകുന്ന ആളാണ് ഞാനെന്ന് എനിക്ക് തോന്നലില്ല. താല്പര്യം എന്ത് ചെയ്യാം. അവൻ ബി ജെ പിയിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺവീനറായിട്ട് അവനെ വെച്ചിരിക്കാന്ന് പറഞ്ഞത്. അവൻ്റെ അടുത്തത് MLA ആവട്ടെ, ഞാനെന്താ ജയിച്ചോളാം. ആർക്കറിയാം, അത് വരട്ടെ, അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. അവരെ പാർട്ടി തീരുമാനം, ഞാൻ മാത്രമല്ല. ഒന്നും കൂടെ ചോദിച്ചോളൂ, താങ്കൾ പാലായിൽ അടുത്ത സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ പാലായിൽ അടുത്ത നിയമസഭയിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രചരണം പല കേന്ദ്രങ്ങളെന്ന് പറഞ്ഞിട്ട് അതിലൊരു ഞാൻ സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാലാ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ഞാൻ പൂഞ്ഞാർ MLA ആയിരുന്നപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തെ 6 പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് ഇപ്പോൾ പാലാ നിയോജകം. പിന്നീടുള്ളത് മീനച്ചിലുമൊക്കെയാണ്. അതും എൻ്റെ വ്യക്തമായ എനിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്, കൈ ഉൾപ്പെടുന്ന മേഖലയാണ്. അപ്പോൾ പറഞ്ഞാലും കടനാട്, തലനാട്, മൂന്നരം, മേരിയാവും, മനസ്സിലായില്ല, ഈ കൊയ്യാ മേഖലയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈസിയായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് പാല. അതൊരു സത്യമാണ്, അതും ആലോചിക്കുന്നുണ്ട്. അതിപ്പോൾ പാർട്ടി സാധ്യത തള്ളിക്കളയുന്നില്ല. അത് സാധ്യത തള്ളിക്കളയുന്നില്ലെന്നല്ലാതെ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ എനിക്ക് അവകാശം. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, എൻ്റെ രാഷ്ട്രീയ എൻ്റെ മനസ്സിൽ ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള കള്ളങ്ങാട്ട് പിതാവിൻ്റെ ആസ്ഥാനമാണ് പാല. കള്ളങ്ങാട്ട് പിതാവിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ ഇവിടുന്ന് ഒരു MLA ആകുന്നതിനകത്ത് ഒരു സുഖമുണ്ടെന്ന് എന്നൊരു തോന്നൽ. സത്യം പറഞ്ഞു, വലിയ നോക്കട്ടെ, വരട്ടെ. പിന്നെ അസീസി, അത് പറഞ്ഞാലല്ലേ, അതിപ്പം പാലയാണ്. ഇതൊക്കെ എൻ്റെതായിരുന്നു, അതിക്കൊണ്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒന്നും പോയാൽ അവിടെ ഒരു MLA ആകുന്ന ഒന്നുകൂടെ MLA ആയി. നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. നോക്കട്ടെ, വരട്ടെ. അത് ഞാൻ ഞാനും മാനസികാപ്പിന് ഒരു കുഴപ്പവും ഇല്ല. ഇപ്പം എന്നെ കാണുമ്പം, ഇപ്പം നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, മാനസികാപ്പിന് ഇപ്പോൾ ഒരു ചെറിയ എന്നെ കാണുമ്പോൾ ഒരു ഓട്ടം ഒക്കെ ഉണ്ട്. ഇപ്പം ഈ എൻ്റെ പേരിങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ പറയുന്നുണ്ടില്ലേ? ഞാനതൊന്നും കേട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു. ഇതിപ്പം മറ്റേ എന്നെ കാണുമ്പോൾ കാപ്പൻ ഓടി വരുന്ന സ്നേഹമൊക്കെ പറയുന്നത്, ഇപ്പം എന്നെ കാണും വിട്ടു പോവുക, കാറും വിട്ടു നിൽക്കുന്നില്ല. ഇതാ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായി. ഓക്കെ, അതെന്ന് വെച്ചാൽ കാപ്പൻ പാവമാണ്, ഞാൻ കളം കയറി മുടിഞ്ഞത് വലിയ ഗതികളില്ല, എനിക്കറിയില്ല കാപ്പനെ പോലെ ആള്. പക്ഷേ ഈ ജോർജ് കാപ്പൻ വളരെ മാന്യത എന്നെ പറ്റുക. ജോർജ് കാപ്പന് ആ ബാഗ് പൊട്ടിച്ച് 4.5 കോടി രൂപ പുള്ളി തട്ടിച്ചുകൊണ്ട് വന്നു. ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ജോർജ് കാപ്പനും മാണിക്കാപ്പനും നേരെ ഇടണം. അങ്ങേര് ഇത്രയും വൃത്തികേട് ഞാൻ അങ്ങേർക്ക് അനുകൂലമായിട്ട് എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടെന്നറിയോ? മാതൃകാ സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞിരുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം പൊട്ടിച്ച് പരുവാക്കിയെന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ക്ഷമിക്കില്ല. ജോർജ് കാപ്പനോട് എനിക്ക് വലിയ അമർഷം തോന്നുന്നു, സത്യം പറഞ്ഞു. അവരൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ആ സിബി ചെരുപ്പോടെയുള്ള സിബി സിനിമ വിളിച്ചുകൊണ്ട് വന്നു. ഭീകരതയായി ആ ജോർജ് കാപ്പൻ ചെയ്തില്ലെന്നുള്ള എൻ്റെ സങ്കടം. അതുപോലെ പലപൂർവ്വമായിട്ട് വരില്ല. 2017 മുതൽ അവിടുത്തെ ഒരു ഡയറക്ടർ ബോർഡ് കൊണ്ട് പറഞ്ഞ ഈ ബാങ്ക് പൊട്ടും എന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു. ആരും ഒരു ബന്ധുക്കാരിയോട് പറഞ്ഞു പിൻവലിച്ച് ബാങ്ക് പൊട്ടുന്നുണ്ടോ. 2017 പറഞ്ഞ ഈ നല്ല പൊട്ടിയത് സങ്കടം. ഓക്കെ.